മലയാള സിനിമയിലെ എക്കാലത്തെയും മികച്ച നടനാണ് മോഹൻലാൽ. 45 വർഷത്തോളമായി തുടരുന്ന ഈ അഭിനയ സബരിയിൽ കിട്ടാത്ത അംഗീകാരങ്ങൾ വിരളം. 1960 മെയ് 21 പത്തനംതിട്ട ഇലന്തൂരിലാണ് ലാൽ ജനിച്ചത്. തിരുവനന്തപുരം മുടവൻമുകളിലായിരുന്നു കുട്ടിക്കാലം. ചെറിയ ക്ലാസ്സുകളിലായിരുന്നപ്പോൾ നാടകാഭിനയം മോഹൻലാലിന് ഹരമായിരുന്നു. എല്ലാ വർഷവും ലാൽ നായകനായ ഒരു നാടകം മത്സരത്തിനുണ്ടാകും. അക്കാലത്ത് ഹൈസ്കൂളിലെ വിദ്യാർത്ഥികൾക്കാണ് ബെസ്റ്റ് ആക്ടർ അവാർഡ് കിട്ടാറ്. പക്ഷേ ലാലിന് 6ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ തന്നെ ആ പുരസ്കാരം ലഭിച്ചു. അതോടെയാണ് അഭിനയമാണ് തൻ്റെ വഴി എന്ന് ലാൽ ഉറപ്പിച്ചത്. പിൽക്കാലത്ത് മോഹൻലാലിൻ്റെ സിനിമാ യാത്രയിൽ സംവിധാന പങ്കാളിയായി മാറിയ പ്രിയദർശനും ഗായകനായ MG ശ്രീകുമാറും സ്കൂളിൽ ലാലിൻ്റെ സഹപാഠികളായിരുന്നു. മണിയമ്പിള്ള രാജുവാകട്ടെ തിരുവനന്തപുരം MG കോളേജിൽ ലാലിൻ്റെ സഹപാഠിയായിരുന്നു. 1978 തൻ്റെ 18ാം വയസ്സിലാണ് മോഹൻലാൽ ആദ്യമായി സിനിമയിൽ അഭിനയിച്ചത്. ലാലിൻ്റെ സുഹൃത്തുക്കൾ ചേർന്ന് ഒരു സിനിമയെടുക്കാൻ തീരുമാനിച്ചു. ആ സിനിമയാണ് തിരനോട്ടം. മോഹൻലാലിൻ്റെ ആദ്യ സിനിമയായി മാറിയ തിരനോട്ടത്തിൽ ലാലിൻ്റേത് ഒരു ഹാസ്യവേഷമായിരുന്നു. സെൻസർ ബോർഡിൻ്റെ അംഗീകാരം ലഭിക്കാതിരുന്നതിനാൽ ആ ചിത്രം റിലീസായില്ല. പിന്നീട് മോഹൻലാൽ അഭിനയിച്ച സിനിമയാണ് മഞ്ഞിൽ വിരിഞ്ഞ പൂക്കൾ. ആ ചിത്രത്തിൽ ലാൽ വില്ലൻ വേഷത്തിലാണ് എത്തിയത്. ശങ്കറായിരുന്നു നായകൻ, സംവിധായകൻ ഫാസിലും. മഞ്ഞിൽ വിരിഞ്ഞ പൂവ് മോഹൻലാലിൽ എന്ന നടൻ്റെ അഭിനയ മോഹങ്ങളെ പൂവിട്ടുണർത്തി എന്ന് തന്നെ പറയാം. പിന്നീട് ഒട്ടേറെ അവസരങ്ങൾ ലാലിനെ തേടിയെത്തി. സെറ്റിൽ നിന്ന് സെറ്റിലേക്ക് ഓടി നടന്ന് അഭിനയിക്കാൻ മാത്രം തിരക്കുള്ള നടനായി 3 വർഷങ്ങൾ കൊണ്ട് ലാൽ മാറി. 1983 25ഓളം ചിത്രങ്ങളിൽ മോഹൻലാൽ അഭിനയിച്ചു. മോഹൻലാലിന് ഫസ്റ്റ് ബ്രേക്ക് നൽകിയ സിനിമയാണ് എൻ്റെ മാമാട്ടിക്കുട്ടിയമ്മയ്ക്ക്. നവോദയ അപ്പച്ചൻ പ്രൊഡ്യൂസ് ചെയ്ത് ഫാസിൽ സംവിധാനം ചെയ്ത 1983 റിലീസായ മാമാട്ടിക്കുട്ടിയമ്മ വൻ വിജയമായി മാറി. ഭരത് ഗോപി, ശാലിനി, പൂർണിമ ജയറാം എന്നിവരായിരുന്നു സഹ അഭിനേതാക്കൾ. 1982 റിലീസായ ആനി എന്ന ചിത്രമാണ് മാമാട്ടിക്കുട്ടിയമ്മയുടെ കഥയ്ക്ക് പ്രചോദനമായതെന്ന് പറയപ്പെടുന്നു. 1983 മോഹൻലാൽ അഭിനയിച്ച 25 സിനിമകളാണ് റിലീസായത്. അതിൽ അപ്പുണ്ണി, പൂച്ചയ്ക്കൊരു മൂക്കുത്തി, സ്വന്തമെവിടെ ബന്ധമെവിടെ എന്നീ സിനിമകളിലെ ലാലിൻ്റെ വേഷങ്ങൾ ശ്രദ്ധേയമായി. 1984 24 സിനിമകളിലാണ് ലാൽ അഭിനയിച്ചത്. അതിൽ വേട്ട, മനസ്സറിയാതെ, അടിയൊഴുക്കുകൾ, നോക്കത്താ ദൂരത്ത് കണ്ണുനട്ട്, ഗുരുജി, ഒരു വാക്ക് എന്നീ സിനിമകൾ ശ്രദ്ധിക്കപ്പെട്ടു. 1985 കൂടും തേടി, ബോയിങ് ബോയിങ്, പത്താമുദയം, നിന്നിഷ്ടം എന്നിഷ്ടം, മഴ പെയ്യുന്നു മദ്ദളം കൊട്ടുന്നു, കരിയില കാറ്റ് പോലെ, ഹലോ മൈ ഡിയർ, റോങ് നമ്പർ, പൂമുഖപ്പടിയിൽ നിന്നെയും കാത്ത്, ദൂരെ ദൂരെ ഒരു കൂടുകൂട്ടാം തുടങ്ങിയവ ഹിറ്റായി മാറി. 1983 മുതൽ 1985 വരെ ഭേദപ്പെട്ട ഹിറ്റുകളുമായി തൻ്റെ സ്ഥാനം ബലപ്പെടുത്തിയ മോഹൻലാൽ ഒരു വിജയനായകനായി മാറിയത് 1986 1 മുതൽ 0 വരെയിലെ ടെലഫോൺ അങ്കിൾ എന്ന വേഷം മോഹൻലാലിനെ കുട്ടികൾക്ക് കൂടി പ്രിയപ്പെട്ട നടനാക്കി മാറ്റി. പടയണിയിലെ മോഹൻലാൽ എന്ന വേഷം തികച്ചും വേറിട്ടതായിരുന്നു. TP ബാലഗോപാൽ MAയിലെ കഥാപാത്രം ചിരിയും ചിന്തയും ഉണർത്തുന്നതായിരുന്നു. ഗാന്ധിനഗർ, സെക്കൻഡ് സ്ട്രീറ്റിൽ സേതു, രാംസിംഗ് എന്നിങ്ങനെ ഡബിൾ വേഷത്തിലും ലാൽ മിന്നി. നമുക്ക് പാർക്കാൻ മുന്തിരിത്തോപ്പുകൾ, സുഖമോദേവി, താളവട്ടം, അമൃതം ഗമയ, സർവകലാശാല, ഉണ്ണികളെ ഒരു കഥ പറയാം എന്നീ സിനിമകൾ ഹിറ്റ് ചാർട്ടിൽ ഇടം പിടിച്ചു. ഈ സിനിമകളിലൂടെ മലയാളികളുടെ മനസ്സിൽ മോഹൻലാൽ എന്ന നടന് സ്ഥിരമായ ഒരു ഇടം ലഭിച്ചു. ലാലിനെ കാണുമ്പോൾ തന്നെ മനസ്സ് നിറയുന്ന അവസ്ഥ. കുട്ടികളെ മുതൽ മുതിർന്നവർ വരെ ലാലിൻ്റെ ആരാധകരായി. 1987 തൂവാനത്തുമ്പികളിലൂടെ വിജയയാത്ര ആരംഭിച്ച ലാൽ നാടോടിക്കാറ്റിലൂടെ മോഹൻലാൽ ശ്രീനിവാസൻ കോമഡി തേരോട്ടത്തിന് തുടക്കം കുറിച്ചു. ഈ സിനിമയിലെ ദാസിൻ്റെയും വിജയൻ്റെയും ഡയലോഗുകൾ 38 വർഷങ്ങൾ കഴിഞ്ഞിട്ടും പ്രേക്ഷകരുടെ നാവിൻ തുമ്പത്തുണ്ട്. 1986 വരെ കിട്ടുന്ന വേഷങ്ങളെല്ലാം കണ്ണും പൂട്ടി അഭിനയിച്ച ലാൽ 87 മുതൽ കൂടുതൽ സെലക്റ്റീവായി മാറി. ആ വർഷം 11 ചിത്രങ്ങളിൽ മാത്രമാണ് ലാൽ അഭിനയിച്ചത്. മനോങ്കിൽ എന്ന സിനിമയിൽ മോഹൻലാലായി തന്നെ അഭിനയിച്ചു. 1988 പട്ടണപ്രവേശനത്തിലൂടെ ചിരിപ്പൂരത്തിൻ്റെ 2ാം പാർട്ടിന് ലാലും ശ്രീനിയും തുടക്കമിട്ടു. 3ാം മുറയും വെള്ളാനകളുടെ നാടും പ്രമേയത്തിൻ്റെ കാര്യത്തിൽ ശ്രദ്ധേയമായി. ചിത്രം എന്ന സിനിമയിലെ കഥാപാത്രങ്ങൾ ഇപ്പോഴും നൊമ്പരമായി പ്രേക്ഷക മനസ്സിലുണ്ട്. ലാൽ അമേരിക്കയിൽ, ദൗത്യം, വരവേൽപ്പ്, നാടുവാഴികൾ എന്നിവ ആ വർഷം ഹിറ്റ് ചാർട്ടിൽ ഇടം പിടിച്ചു. 1989 തൊട്ടതെല്ലാം പൊന്നാക്കിയ വർഷമായിരുന്നു മോഹൻലാലിന്.
കിരീടത്തിലെ സേതുമാധവൻ മലയാള പ്രേക്ഷകരുടെ കണ്ണീരിൽ കുതിർന്ന കഥാപാത്രമായി മാറി. വന്ദനത്തിലെ ഉണ്ണികൃഷ്ണനും അധിപതിയിലെ അഡ്വക്കേറ്റ് ശ്യാംപ്രകാശും ശ്രദ്ധിക്കപ്പെട്ടു. പിന്നീടാണ് ലാലിൻ്റെ മെഗാ ഹിറ്റ് സിനിമയായ ഏയ് ഓട്ടോ വന്നത്. അതിലെ ഓട്ടോ ഡ്രൈവർ സുധി സാധാരണക്കാരിൽ സാധാരണക്കാരനാണ്. വലിയ വീട്ടിലെ പെൺകുട്ടിയെ സ്നേഹിക്കുന്ന സുധിയും ഓട്ടോ ഡ്രൈവേഴ്സിൻ്റെ സപ്പോർട്ടും ശ്രീനിവാസൻ്റെ RTO വേഷവും മനമയക്കുന്ന ഗാനങ്ങളും ചേർന്നപ്പോൾ ഏയ് ഓട്ടോ മിന്നും വിജയമായി മാറി. ആ വർഷം തന്നെ മോഹൻലാൽ ശ്രീനി ടീമിൻ്റെ അക്കരെ 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 പ്രേക്ഷകരെ കുടുകുടാ ചിരിപ്പിച്ചു. നമ്പർ 20, മദ്രാസ് മെയിൽ, ഹിസ് ഹൈനസ് അബ്ദുള്ള എന്നീ സിനിമകൾ കൂടി ആ വർഷം ഹിറ്റായി മാറി. 1990കളിലേക്ക് കടന്നതോടെ മോഹൻലാൽ എക്സ്ട്രീം സെലക്ഷൻ ആയി മാറി. 9 സിനിമകൾ മാത്രമാണ് ആ വർഷം ലാലിൻ്റേതായി റിലീസായത്. കടത്തനാടൻ അമ്പാടിയിൽ ടൈറ്റിൽ വേഷം ചെയ്തു. കളരിപ്പയറ്റ് പഠിച്ച് കഥാപാത്രമായി മാറിയ ലാൽ മെയ് വഴക്കം കൊണ്ട് ഏവരെയും അമ്പരപ്പിച്ചു. ആ വർഷത്തെ മറ്റൊരു ഹിറ്റായിരുന്നു ഇന്ദ്രജാലം. കൂടുതൽ കളർഫുള്ളായ ലാലിനെ ഈ സിനിമയിൽ കാണാം. അപ്പു, ലാൽ സലാം, ധനം എന്നീ സിനിമകൾ ആവറേജ് ഹിറ്റായി മാറി. 1991 ലാലിൻ്റെ അഭിനയ ജീവിതത്തിലെ സുവർണ വർഷമാണ്. 11 സിനിമകൾ റിലീസായതിൽ 4 സൂപ്പർ ഹിറ്റായി മാറി. ആ വർഷത്തെ ആദ്യ റിലീസായ ഭരതം, വിഷ്ണുലോകം എന്നിവ മെഗാ ഹിറ്റുകളായി. അങ്കിൾ ബണ്ണിൽ പൊണ്ണത്തടിയനായി വിസ്മയിപ്പിച്ച മോഹൻലാൽ കിലുക്കത്തിൽ ജഗതിക്കൊപ്പം ചിരിയുടെ മാലപ്പടുക്കത്തിന് തിരികൊളുത്തി. കിലുക്കത്തിലൂടെ രേവതിയും മലയാളികൾക്ക് പ്രിയപ്പെട്ട നടിയായി മാറി. മോഹൻലാൽ ജഗതി കോമഡി കോംബോയുടെ യഥാർത്ഥ സ്റ്റാർട്ടിംഗ് കിലുക്കത്തിലൂടെയായിരുന്നു. ഉള്ളടക്കത്തിൽ ഡോക്ടർ സണ്ണി മോഹൻലാലിൻ്റെ വേറിട്ട വേഷമായിരുന്നു. കമലദളം, രാജശില്പി എന്നീ സിനിമകളിൽ ആരും കാണാത്ത മോഹൻലാലിനെയാണ് പ്രേക്ഷകർ കണ്ടത്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക.